അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ബിക്കോസ് തമ്മിൽ കണ്ടാണ് നിങ്ങൾ ഇവിടെ വന്നത്. സോ നമുക്ക് ഒട്ടും വൈകാതെ പെട്ടെന്ന് തന്നെ DIY സ്റ്റാർട്ട് ചെയ്യാം. അതിനുവേണ്ടി ആദ്യമേ ഒരു ഐവറി ഷീറ്റ് എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരച്ചു കൊടുക്കുക. സോ ഞാൻ ഇവിടെ ക്യാമറ ആണ് ചൂസ് ചെയ്തത്. അപ്പം ഇതേ ക്യാമറ വരയ്ക്കണമെന്നില്ല, നിങ്ങൾക്ക് ഏത് ടൈപ്പ് മോഡലാണോ ഇഷ്ടം അതുപോലെ വരച്ചു കൊടുത്താലും മതി. വരച്ചതിന് ശേഷം നല്ലപോലെ വൈറ്റ് സ്പേസ് ഒന്നും ഇല്ലാതെ കട്ട് ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് ഇതിങ്ങനെ 3 പീസാണ് വേണ്ടത്. ഒന്ന് ഫ്രണ്ടും ഒന്ന് ബാക്കും, പിന്നെ നമുക്ക് ആ ഫോട്ടോ ഫ്രെയിം വെക്കാൻ വേണ്ടി ഈ രണ്ടിന്റെ മിഡിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പീസും. ഞാനിപ്പോ കാണിച്ച 2 പീസിലെ അതാണ് നമ്മൾ ഒന്ന് പുള്ളി ഇങ്ങനെ ചെയ്യാനും മറ്റേത് ഇങ്ങനെ നമ്മൾ പുള്ളി ചെയ്യുമ്പോൾ ഫോട്ടോ ഫ്രെയിം വരാൻ വേണ്ടിയിട്ടുള്ള ഈ 2 പീസ് ഇങ്ങനെയാണ്. പിന്നെ ഞാൻ ഇവിടെ യെല്ലോ കളറാണ് ക്യാമറയ്ക്ക് അടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടം നിങ്ങൾക്ക് അത് അടിച്ചു കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ DIY ഭയങ്കര സിമ്പിൾ ആണ് ചെയ്യാൻ. പക്ഷേ ഈ ഒരു ക്യാമറ പോർഷൻ നമ്മൾ വരയ്ക്കില്ലേ, അത് മാത്രമായിരുന്നു എനിക്ക് കുറച്ച് പാടായത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈസി തോന്നുന്ന ഏത് ക്യാമറ മോഡൽ വേണമെങ്കിലും വരച്ചെടുക്കാം. ഇതന്നെ വരയ്ക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്കറിയാലോ, ഞാൻ നോർമലി ആക്രിലിക് മാർക്കർ വെച്ചാണ് പെയിന്റിന് റീപ്ലേസ്മെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ബട്ട് എനിക്ക് ലാസ്റ്റ് ക്രാഫ്റ്റ് DIY, അതായത് കവായി സപ്ലൈസ് ഒക്കെ ചെയ്തില്ലേ, ആ സമയത്ത് പെയിന്റ് യൂസ് ചെയ്തപ്പോൾ അതിന്റെ ഫിനിഷിംഗ് എനിക്ക് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈങ് തോന്നി. ആക്രിലിക് മാർക്കർ യൂസ് ചെയ്യുന്നതിനേക്കാളും എനിക്ക് സാറ്റിസ്ഫൈ ആയി തോന്നി. അതുകൊണ്ടാണ് ഇതിനും ഞാൻ പെയിന്റ് തന്നെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ നമ്മൾ പെയിന്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞു. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഇസ് ദാറ്റ് മൈ മോസ്റ്റ് ഫേവറേറ്റ് പാർട്ട്, ബ്ലാക്ക് ഔട്ട്ലൈൻ. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിരുന്നു എനിക്ക്. എന്നെ പോലെ തന്നെയാണോ ഇങ്ങനെ വരച്ചൊക്കെ കഴിഞ്ഞ് ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫൈങ് ആണോ? അങ്ങനെയെങ്കിലും കമന്റ് ചെയ്യണേ. സോ അങ്ങനെ നമ്മൾ ഔട്ട്ലൈൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടാന്ന് മറക്കാതെ കമന്റ് ചെയ്യണേ. ആൻഡ് ദ നെക്സ്റ്റ് പാർട്ട് ഇസ് ദാറ്റ് നമുക്ക് ഇങ്ങനെ പുല്ല് ചെയ്യുമ്പോൾ ആ ഫോട്ടോ ഇങ്ങനെ വരണം. സോ ഇവിടെ ഞാൻ ഫാദേഴ്സ് ഡേക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഏത് ഒക്കേഷന് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആൻഡ് ക്യൂട്ട് ആൻഡ് ഈസി ഗിഫ്റ്റ് ആണ്. പിന്നെ ഇല്ലേ, ഫോട്ടോ വെക്കാൻ വേണ്ടി ഞാൻ ഇപ്പൊ കാണിക്കുന്നില്ലേ, ആ ഒരു ഷേപ്പിൽ വേണം കട്ട് ചെയ്യാൻ വേണ്ടി. പിന്നെ ഇങ്ങനെ ഏതെങ്കിലും ഒരു ട്രാൻസ്പെറന്റ് ഷീറ്റോ അങ്ങനെ എടുത്തിട്ട് ഇപ്പം വീഡിയോയിൽ കാണുന്നത് പോലെ റോൾ ചെയ്തിട്ട് അതിൽ ഞാൻ ഇവിടെ തിൻ ഡബിൾ സൈഡഡ് ടേപ്പാണ് യൂസ് ചെയ്യുന്നത് ഇത് ഒട്ടിക്കാൻ വേണ്ടി. പിന്നെ ഒട്ടിക്കുമ്പം ഇതാ ആ കാർഡിലെ അതിൽ ജോയിന്റ് ആയിട്ട് നിങ്ങൾ ഒട്ടിക്കണ്ട. നമുക്കിതിങ്ങനെ ഒട്ടിച്ചതിന് ശേഷം അതിങ്ങനെ പുല്ല് ചെയ്യുമ്പോൾ അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് മൂവ് ആവണം. പിന്നില്ലേ, ഇങ്ങനെ ക്ലിയർ ഷീറ്റ് തന്നെ വേണമെന്നില്ല. നമ്മളിങ്ങനെ ഒട്ടിച്ചതിന് ശേഷം പുല്ല് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് മൂവ് ആവുന്ന ഏത് ഷീറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഒട്ടിക്കാം. അതിപ്പം എനിക്ക് തോന്നുന്ന പേപ്പർ ആണെങ്കിലും വർക്കിംഗ് ആവുമോ എന്ന് എനിക്ക് തോന്നുന്നു. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് ഏത് ഫോട്ടോ ആണോ ഇഷ്ടം അത്, അതായത് ഇപ്പം ഫാദേഴ്സ് ഡേ ആയതുകൊണ്ട് ഞാൻ ഈ ഒരു പിക്ചറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ബർത്ത്ഡേയോ അല്ലെങ്കിൽ മദേഴ്സ് ഡേ ഗിഫ്റ്റ് ആയിട്ടോ അങ്ങനെ എന്ത് ഗിഫ്റ്റ്, ഏത് ഒക്കേഷൻ വേണമെങ്കിലും ഈ ഒരു ഗിഫ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. സോ ഇപ്പൊ ഞാൻ ഈ കാണുന്നത് പോലെ ആ ഫോട്ടോ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ അടുത്ത് നമുക്ക് ഇങ്ങനെ പുല്ല് ചെയ്യാൻ വേണ്ടി സോ ഇതാ വീഡിയോയിൽ കാണുന്നത് പോലെ ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചതിന് ശേഷം ഇത് വർക്കിംഗ് ആണോ നമുക്ക് നോക്കണ്ടേ. ദേ ഇതുപോലെ ഒന്ന് പുല്ല് ചെയ്ത് നോക്കുക. സംഭവം വർക്കിംഗ് ആണ്. ഇനി നമുക്ക് ഇതിനെ നമ്മൾ നേരത്തെ വരച്ചു വെച്ച ക്യാമറയും പിന്നെ ബാക്ക് പോർഷനും ഇല്ലേ, അതിലേക്ക് ഇങ്ങനെ ഒട്ടിച്ച് നമുക്കൊരു കംപ്ലീറ്റ് ക്യാമറയുടെ രൂപമാക്കി എടുക്കാം. അപ്പം സംഭവം എങ്ങനെ, അടിപൊളിയല്ലേ? നമുക്ക് കാണുമ്പോൾ വിചാരിക്കും, അതായത് ഇങ്ങനെ പുല്ല് ചെയ്യുമ്പോൾ ഫോട്ടോ ഒക്കെ വരുമ്പോൾ വിചാരിക്കും ഓക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സാധനങ്ങളൊക്കെ ആയിരിക്കും, ഭയങ്കര തിയറിയും അതൊക്കെ ആയിരിക്കും. ബട്ട് സംഭവം സിമ്പിൾ അല്ലേ? അപ്പം എല്ലാവരും ഇത് ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഫാദേഴ്സ് ഡേ വരുവാണ്. അപ്പം ഉറപ്പായിട്ടും ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ്സ് എന്തായാലും ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും. സോ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ കമന്റും ലൈക്കും ഷെയറും ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. See you.